ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാചകമില്ല കേട്ടോ, വാചകവും വീട്ടിലെ മറ്റ് ജോലികളുമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. ചിലരൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേൾക്കാറുണ്ട്, കെട്ടിയോനും മക്കളും പോയി കഴിഞ്ഞാൽ ഓൾക്ക് എന്താ പണി, TV കണ്ട് മൊബൈലും കണ്ട് ഇരിക്കുകയാണെന്ന്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പറയൂ. പുരുഷന്മാർ പൊതുവെ സ്ത്രീകളെ ട്രോളുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. കാരണം എന്തിനാണ് ഇവരിങ്ങനെ ട്രോളുന്നത് എന്ന് മനസ്സിലാവും. പിന്നെ TV കണ്ടിരിക്കുക, പൊങ്ങച്ചം കാണിക്കുക, എല്ലാവരും അങ്ങനെയാണോ സ്ത്രീകളെല്ലാവരും? നമ്മൾ ട്രോളുമ്പോൾ കാണാം സ്ത്രീകൾ അങ്ങനെ വലിയൊരു ഹാൻഡ് ബാഗൊക്കെ തൂക്കിയിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണോ എല്ലാവരും? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ സ്ത്രീകൾ? എല്ലാവരും അങ്ങനെയാണോ? അതൊന്ന് പറയൂ കേട്ടോ. ഒരു സാധാരണ ഒരു വീട്ടമ്മയുടെ പുലർക്കാലം തുടങ്ങുന്നത് രാവിലെ ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 4:30 മണിക്ക് തുടങ്ങും, ഇല്ലേ? സത്യമല്ലേ അത്? അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പോകാനുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, അവർക്ക് സമയമാകുമ്പോഴേക്ക് ഫുഡ് വേണം. ഇനി ചെറിയൊരു കുട്ടികളാണെങ്കിൽ അവരെ ഉണർത്തൽ, അവരെ കാര്യങ്ങൾ ചെയ്യൽ, അവരെ കൂടെ നടക്കൽ, ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യുമ്പോഴേക്ക് എന്ത് പറഞ്ഞാലും ഏകദേശം ഒരു അമ്മ, എനിക്ക് തോന്നുന്നു ഒരു വീട്ടമ്മ ഒരു 5 മണി ഒരു ടൈമിൽ എന്തായാലും എഴുന്നേക്കും. നേരത്തെ പോകേണ്ടവരാണെങ്കിൽ പറയണ്ട. അതുപോലെ തന്നെയാണ് ഹസ്സിന് ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ അതും വേണം. അപ്പം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 9 മണി വരെ, അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നത് വരെ ഒരു സ്ത്രീ പറക്കല്ലേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിലം തൊടാതെ നമ്മൾ പറന്നുകൊണ്ടേയിരിക്കും അല്ലേ, ഇത്രയും കാര്യങ്ങൾ ശ്വാസം വിടാതെ. കാരണം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ മടിയൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട അല്ലേ, അവനെ ഒരുക്കി വിട്ടാൻ എല്ലാം സ്ത്രീകൾക്ക് ഒരുപാട് മെനക്കെട്ട പണികൾ തന്നെയാണെന്ന് പറയും. ഒരു 9 മണി വരെ അല്ലേ. ശരിക്കും ഒരു ചായ, അതിനിടയ്ക്കിൽ ഒരു ചായ ആസ്വദിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന് കുടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ അങ്ങനെയൊക്കെ കുടിക്കുക. ആ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കാം ചിലപ്പോൾ ഓരോ സ്ത്രീയും ഒരു കപ്പ് ചായ കുടിക്കുന്നുണ്ടാവുക, എനിക്ക് തോന്നുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് പണിയൊന്നുമില്ല എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെന്നല്ല, പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും എന്താ പണിയെന്ന്. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കഥയില്ല കേട്ടോ. മോഹനേട്ടൻ ഒരിക്കലും എന്നോട് നിനക്ക് എന്താണ് പണിയെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ പൊതുവെ എല്ലാവരും ചോദിക്കലുണ്ട്, ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ എനിക്കെന്താ പണിയെല്ലാം കഴിഞ്ഞില്ലേ, ഇനി വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കും. അതാണ്, അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഓരോ പണി. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ജോലികൾ ഉണ്ടാവും അല്ലേ ഒരു വീട്ടിൽ. അതൊന്നും ആരും കാണുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്താഗതി പലർക്കും ഉണ്ട്. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കുട്ടിയെ വെച്ചാൽ വീട്ടിലുള്ളവരൊക്കെ ജോലിക്കും സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴുള്ള വീടായിരിക്കില്ല അവർ തിരിച്ച് കയറി വരുമ്പോൾ കാണുക അല്ലേ. അപ്പോൾ നല്ല വീട്ടിലാകെ നല്ല ഒരു മാറ്റം ഉണ്ടാവും അല്ലേ. ഒക്കെ അടുക്കി പെറുക്കി വെച്ച് പോകുമ്പോൾ എല്ലാം ചിലപ്പം കടലാസ് ഉണ്ടാവും അവിടെ, പെൻസിലിൻ്റെ കഷ്ണം ഉണ്ടാവും അവിടെ, അങ്ങനെ പല രീതികളുണ്ടാവും. ചിലപ്പോൾ സോഫയിൽ വിരികൾ ഉണ്ടാവും മാറി മറിഞ്ഞ് കിടക്കുന്നത്. പക്ഷെ അവർ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നായാലും ഓഫീസിൽ നിന്നായാലും വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപേ ആയിരിക്കില്ല നമ്മളെ വീട് അല്ലേ. ആകെ മാറി മറിഞ്ഞ് കാണും. അതേപോലെ നല്ല അടുക്കും ചിട്ടയിലല്ലേ ഉണ്ടാവുക. ഇതൊക്കെ പിന്നെ നമ്മൾ വീട്ടിലെ സ്ത്രീകൾ വൃത്തിയാകാതെ താനേ വൃത്തിയാവുകയാണോ? ഇതൊക്കെ അല്ലല്ലോ, അവർ പണിയെടുത്തിട്ട് തന്നെയല്ലേ. പല സ്ഥലത്തായിട്ട് പിന്നെ അലക്കാനുണ്ടാവും. ചിലപ്പോൾ തോർത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും, തല തോർത്തിയിട്ട് തോർത്ത് ഇവിടെ ഇട്ടിട്ടുണ്ടാവാം. ഡ്രസ്സ് ഉണ്ടാവും, ചിലപ്പോൾ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ ഉണക്കി നമ്മൾ എന്ത് ചെയ്യും, അലക്കി ഉണക്കി ഇസ്തിരിയിട്ട് പിറ്റേത്തെ ദിവസം ആകുമ്പോഴേക്കും അതെല്ലാം റെഡി ആയിട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതാരാണ് ചെയ്യുന്നത്? ഈ സ്ത്രീകളെ കളിയാക്കുന്ന വേറെ ആരെങ്കിലും വന്നിട്ടാണോ ചെയ്യുക? അല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ടതായിരിക്കാം നമ്മളെ പണികൾ വേഗം തീരുന്നുണ്ടാവും അല്ലേ. നമ്മൾ വെറുതെ ഇങ്ങനെ അത്ര സമയം കൊണ്ട് പണി തീർക്കാന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവരൊക്കെ എണീക്കുന്നതിന് മുമ്പേ നമ്മളെ പുലർക്കാലങ്ങൾ വളരെ നേരത്തെ തുടങ്ങുന്നതുകൊണ്ടായിരിക്കാം നമ്മളെ പണികളൊക്കെ ഏകദേശം ഒരു 11 മണിയോടെ തീരുന്നത് അല്ലേ. അത് പണിയില്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ എന്തൊക്കെ പണികളുണ്ടാവും അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അടുത്ത ദിവസത്തേക്ക് പിന്നെ അടുപ്പ് കത്തിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് വിറകെടുക്കണം, ചകിരി എടുക്കണം. പിന്നെ അടുത്ത ദിവസത്തേക്ക് അരി ആട്ടണമെങ്കിൽ അത് ചെയ്യണം. ഒക്കെ മിഷ്യനാണ് അരി ആട്ടലൊക്കെ, എന്നാലും അതൊക്കെ കഴുകുകയും കാര്യങ്ങൾ ചെയ്യും ഒക്കെ വേണ്ടേ.
പിന്നെ മുറ്റടിക്കുകയാണെങ്കിൽ രാവിലെ മുറ്റടിക്കില്ല വെച്ചാൽ വൈകുന്നേരം മുറ്റടിക്കണം. പിന്നെ അകത്തേക്ക് വെള്ളം കോരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെള്ളം കോരണം. ഇങ്ങനെ എന്തെല്ലാം ജോലികളുണ്ട് ഓരോ സ്ത്രീകളും ഓരോ ദിവസവും, അല്ലേ? ശരിക്കും ഒരു ചക്രം കറങ്ങുന്നത് പോലെയല്ലേ ഓരോ സ്ത്രീകളുടെയും ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. അവർക്ക് മടുപ്പില്ല, ഉണ്ടോ? ഇല്ല. ചെയ്ത ജോലികൾ തന്നെയാണ് അവർ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? രാവിലെ തൊട്ടിട്ട്. പക്ഷെ അവർക്ക് മടുപ്പില്ല. ഞായറാഴ്ച ദിവസം പൊതുവേ പുരുഷന്മാരായാലും ഒക്കെ പറയും എങ്ങനെയാണ്, ഓ ഞാൻ പുരുഷ വിദ്വേഷി അല്ല കേട്ടോ, അല്ല പൊതുവേ പറയുന്നത് എല്ലാവർക്കും റെസ്റ്റാണ്. ഒരു ഹർത്താൽ ദിവസം എല്ലാവർക്കും റെസ്റ്റാണ്. പക്ഷെ ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു സ്ത്രീ എന്നെങ്കിലും അവർക്കൊരു റെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഒരു അസുഖം വന്നാൽ തന്നെ ആരാണ് ഒന്ന് മര്യാദയ്ക്ക് കിടക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് പറഞ്ഞാലും വേറെ അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പണികൾ ചെയ്തില്ലെങ്കിലും ഓരോ സ്ത്രീയും എന്ത് ചെയ്യുന്നുണ്ടാവും? ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടേ കിടക്കുള്ളൂ. അത് മനസമാനത്തോടെ ഏതെങ്കിലും ഒരു സ്ത്രീ കിടക്കാറുണ്ടോ? ഇല്ലേ? ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടി വി കാണുമോ അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് ഒന്ന് നോക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മറ്റുള്ളവരെ കണ്ടുപെട്ട അവർക്ക് എന്താ പണി? ഉണ്ണുക, ഉറങ്ങുക, ഇത് മാത്രമാണെന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയെന്ന് സ്ത്രീകൾ തന്നെ ചിലപ്പോൾ സ്ത്രീകളോട് ഇടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ, നിനക്ക് എന്താ പണി? ആകെ 2-3 ആളല്ലേ വീട്ടിലുള്ളൂ. ഈ 2-3 ആളാണെങ്കിലും നമ്മൾ ഭക്ഷണം വെക്കണം. ഇനി ഒരുപാട് പാത്രങ്ങൾ ഇല്ലെങ്കിലും ഉള്ള പാത്രങ്ങൾ നമ്മൾ കഴുകണ്ടേ? ഭക്ഷണത്തിന്റെ അളവ് കുറയായിരിക്കും, വെക്കുന്ന അളവ്. എന്നാലും ഈ ഭക്ഷണം ചോറായാലും ദോശയായാലും ഇഡ്ഡലി ആയാലും പുട്ടായാലും ഉണ്ടാക്കണം. അതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കഴുകുകയൊക്കെ വേണ്ടേ? ഇത്തിരി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഒന്നുമില്ല ഉറങ്ങുകയാണല്ലേ. എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, എന്നാ പണിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങുകയാണല്ലേ എന്ന്. അതാണ് ഏറ്റവും വലിയ സങ്കടം. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ? പറയൂ. ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നോട് ചോദിക്കാറുണ്ട്, ഓ എന്താ ഇപ്പം നിങ്ങൾ എനിക്ക് മോനുണ്ടാവുന്നതിന് മുമ്പാട്ടെ നിങ്ങൾ 2 ആളല്ലേ പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുക ചോദിക്കും. എനിക്ക് ഈ ഉറങ്ങുക ചോദിക്കുമ്പോൾ ദേഷ്യം. എൻ്റെ അമ്മേരോടും പണ്ട് ചോദിക്കുമായിരുന്നു, പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുക, അപ്പോഴും ചോദിക്കും ഈ ഉറങ്ങുകയാണോ എന്ന്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ ഞാൻ പുരുഷ വിദ്വേഷി ആയതുകൊണ്ടൊന്നല്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞതിൽ. പൊതുവേ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർ മൊത്തം വെറുതെ ഉണ്ടുറങ്ങി കഴിയുന്നവരാണ് എന്നുള്ളൊരു ചില സ്ഥലത്തുനിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചോന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് പാചകമൊന്നുമില്ല, ഇന്ന് ക്ലീനിങ്ങും ഇസ്തിരിയിടലും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, താങ്ക് യു.